जाते हैं। തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. थोड़ी देर पिछले हफ्ते का उधारी निपटाना चाहूँगा. കഴിഞ്ഞ ആഴ്ചത്തെ കടം അല്പസമയത്തേക്ക് തീർക്കുവാൻ താല്പര്യപ്പെടുന്നു. मैंने पिछले हफ्ता बोला था और कल सुबह का मीटिंग में भी मैंने कहा था कि इसकी विषय में കഴിഞ്ഞ പകലിലെ മീറ്റിങ്ങിലും കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിലും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. पिछले हफ्ता मैंने बताया था कि 2 संदेश आपको देना है, लेकिन मैंने एक ही संदेश आपसे बांटा था. കഴിഞ്ഞ ആഴ്ച 2 സന്ദേശം നിങ്ങളോട് പറയുവാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഒന്നേ പറയുവാൻ കഴിഞ്ഞുള്ളൂ. मैंने सोचा आप लोग कोई पूछेंगे, लेकिन किसी ने पूछा भी नहीं. ഞാൻ ചിന്തിച്ചു ആരെങ്കിലും ചോദിക്കുമായിരിക്കും, ആരും ചോദിച്ചില്ല. ऐसे कुछ है तो आप पूछ लेना. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. हमें बुरा नहीं लगेगा. ഒരിക്കലും ഞാൻ തെറ്റായി ചിന്തിക്കുകയില്ല. तो दूसरा जो संदेश जो मैं आपको देने के लिए था, मैंने कहा कि हमारे बीच में ही किसी से मेरा बातचीत के दौरान उस बात को कहा था. രണ്ടാമത്തെ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുവാനിരുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ചില വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംസാരമാണ്. उसके कुछ बातें मैं कल सुबह भी बताया था. അതിലെ ചില കാര്യങ്ങൾ ഇന്നലെ രാവിലെ ഞാൻ പറയുകയുണ്ടായി. और वो संदेश मसीही चेलापन से काफी जुड़ा हुआ है. ക്രിസ്തീയ ശിഷ്യത്വത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, അതിനോട് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. लेकिन चेलापन के बारे में मैं कुछ बताना आज नहीं चाहूंगा. ശിഷ്യത്വത്തെ പറ്റി ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. खत्म नहीं होगा. അത് തീരുകയില്ല. बाइबल में कुछ बातें उठा करके बताया गया है. ബൈബിളിൽ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. उनमें से एक है मसीही शिष्यता या डिसाइपलशिप. അതിലൊന്നാണ് ക്രിസ്തീയ ശിഷ്യത്വം. कम से कम मत्ती से यूहन्ना तक की 4 सुसमाचारीय ग्रंथों में 6 बार इस विषय के बारे में बताया है. മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷ ഗ്രന്ഥങ്ങളിൽ 6 പ്രാവശ്യം ഈ വിഷയത്തെ പറ്റി പറയുന്നുണ്ട്. उनमें 2 दफे लूका ने ही लिख के दिया. 2 പ്രാവശ്യം അതിൽ ലൂക്കോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 9वां अध्याय में और ये 14वीं अध्याय. 9ാം അധ്യായത്തിലും 14ാം അധ്യായത്തിലും. लेकिन उन भागों में नहीं चलेंगे हम. ആ ഭാഗങ്ങളിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. रोज की जैसे बताता हूँ और किसी समय हम देखेंगे. എപ്പോഴും പറയാറുള്ളത് പോലെ പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം. यहाँ पर आज जो संदेश मैं आपको देने जा रहा हूँ वो कल मैंने आपको सूचित किया था. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ചിന്തിക്കുന്ന സന്ദേശം ഇന്നലെ നിങ്ങൾക്ക് ഒരു ചെറിയ സൂചന തന്നിരുന്നു. कई बार परमेश्वर हमसे कुछ मांगते हैं. അനേക പ്രാവശ്യം കർത്താവ് നമ്മളിൽ നിന്നും പലതും ചോദിക്കാറുണ്ട്. और हम परमेश्वर को कुछ देते भी. നാം ദൈവത്തിന് ചിലത് കൊടുക്കാറുമുണ്ട്. तो परमेश्वर को हम क्या दें? ദൈവത്തിന് നാം എന്താണ് കൊടുക്കേണ്ടത്? और परमेश्वर क्या हमसे लेना चाहते हैं? ദൈവം നമ്മളിൽ നിന്ന് എന്താണ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നത്? उसमें 2 बात पर हमें ध्यान देना है. അതിൽ 2 കാര്യത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. पहली बात, दान से बढ़कर दाता परमेश्वर के लिए महत्वपूर्ण है. ഒന്നാമത്തെ കാര്യം, ദാനത്തെക്കാൾ ഉപരിയായി ദാതാവാണ് ദൈവത്തിന് ഏറ്റവും വലിയത്. आराधना से बढ़कर आराधक खास है. ആരാധനയേക്കാൾ ഉപരിയായി ആരാധന അർപ്പിക്കുന്ന വ്യക്തിയാണ് പ്രാധാന്യം. तो परमेश्वर कुछ चीज स्वीकार करना हो तो अवश्य सबसे पहले हम परमेश्वर के लिए स्वीकृत या ग्रहण योग्य होना चाहिए. കർത്താവ് എന്തെങ്കിലും നമ്മിൽ നിന്ന് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നാം അതിന് കർത്താവിന് കൊടുക്കുവാൻ യോഗ്യതയുള്ളവരായിരിക്കണം. परमेश्वर हमको अगर स्वीकार ना करें
तो हमारे कुछ भी परमेश्वर स्वीकार नहीं करेंगे. നമ്മെ ദൈവം സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒന്നും കർത്താവ് സ്വീകരിക്കുകയില്ല. इसीलिए सबसे पहला बात उस चीज हमें समझना है, हम खुद ही परमेश्वर के लिए ग्रहण योग्य बन जाए. ആദ്യം നാം ചിന്തിക്കേണ്ടത് നാം സ്വയം ദൈവത്തിന് സുഗ്രാഹ്യമുള്ളവരായി തീരുക. कल किसी एक सभा में मैंने इस बात को बताया था. ഇന്നലെ ഏതോ ഒരു മീറ്റിംഗിൽ ഞാൻ ഈ കാര്യം പറയുകയുണ്ടായി. अपने मीटिंग में था ना, ठीक है. अपने मीटिंग में ही उस बात को बताया था. कयीन और हाबेल की आराधना या जो भेंट चढ़ाने की सिलसिले. കയീന്റെയും ഹാബേലിന്റെയും യാഗാർപ്പണത്തെ പറ്റി ഇന്നലെ പകല് നമ്മളോട് പറയുകയുണ്ടായി. तो सबसे पहले कयीन ने बलि चढ़ाया था. ആദ്യം കയീനാണ് യാഗം അർപ്പിച്ചത്. उसके बाद ही हाबेल. അതിനുശേഷമാണ് ഹാബേൽ അർപ്പിച്ചത്. वो उत्पत्ति 4 का 3 पद से हम कल सीखे थे. ഉൽപ്പത്തി 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ നാം ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. लेकिन परिणाम क्या हुआ? എന്നാൽ അതിന്റെ ഫലം എന്താണ് ഉണ്ടായത്? परमेश्वर 4 पद में लिखा है, 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, पढ़ो कोई. या अन्नो इसको लाइट चालू कर दो. परमेश्वर हाबेल और उसकी भेंट से प्रसन्न हुआ. ദൈവം യഹോവയായ ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. तो बलिदान नहीं था खास बात, बलि चढ़ाने वाला था. അവിടെ യാഗവസ്തു അല്ലായിരുന്നു പ്രാധാന്യം, യാഗം അർപ്പിക്കുന്ന വ്യക്തിയായിരുന്നു പ്രാധാന്യം. तो इसीलिए सबसे पहले हमें इस बात को समझना है कि हम खुद ही परमेश्वर के लिए ग्रहण योग्य हो. അതുകൊണ്ട് നാം ആദ്യമായി ചിന്തിക്കേണ്ടത് നാം സ്വയം ദൈവത്തിന് സുഗ്രാഹ്യമുള്ളവരായി തീരുക. दूसरी बात है, हम परमेश्वर के लिए क्या चढ़ाते हैं. രണ്ടാമത്തെ കാര്യം, നാം ദൈവത്തിന് എന്താണ് അർപ്പിക്കുന്നത്, या परमेश्वर हमसे क्या मांगता है. ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്. परमेश्वर को किसी बात की जरूरत है? ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? नहीं. ഇല്ല. परमेश्वर को हमारी स्तुति और आराधना की जरूरत? നമ്മുടെ സ്തുതിയുടെയും ആരാധനയുടെയും ആവശ്യമുണ്ടോ? नहीं. ഇല്ല. हमारे स्तुति आराधना भी परमेश्वर के लिए जरूरी नहीं है. നമ്മുടെ സ്തുതിയും ആരാധനയും പോലും ദൈവത്തിന് ആവശ്യമില്ല. फिर हम क्यों करें? എന്നാൽ പിന്നെ നാം എന്തിനാണ് ചെയ്യുന്നത്? तो फिर अच्छी बात है ना. क्यों कैलोरी, क्यों ऊर्जा खर्च करें? എന്തിനാണ് നാം നമ്മുടെ ഊർജം ചെലവാക്കുന്നത്? आप लोग काफी दूर दूर से आए हैं इधर. വളരെ ദൂരത്തു നിന്നാണ് നിങ്ങൾ ഏവരും വരുന്നത്. काफी कष्ट उठा करके आते हैं. ബുദ്ധിമുട്ട് സഹിച്ചാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. तो फिर उसकी जरूरत नहीं है ना. പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? है ना अभिषेक? हाँ या ना? जरूरत नहीं है. क्यों? किस लिए? परमेश्वर को चाहिए. फिर किस लिए? പിന്നെ എന്തിനാണ്? हमको आशीष मिलना है ना. നമുക്ക് അനുഗ്രഹം ലഭിക്കാനാണോ? है ना बेटा? नहीं. फिर कृपा, कृपा पाने के लिए. फिर किस लिए? अन्नू, तभी तो हमें मिलेगा कुछ. परमेश्वर को हमारे स्तुति आराधना का भी कोई जरूरत नहीं है. ദൈവത്തിന് നമ്മുടെ സ്തുതിയുടെയും ആരാധനയുടെയും പോലും ആവശ്യമില്ല. बाइबल का परमेश्वर को किसी भी आवश्यकता नहीं है. ബൈബിളിലെ ദൈവത്തിന് ഒരു ആവശ്യവുമില്ല. बाइबल का परमेश्वर किसी भी जरूरत में रहने वाला नहीं है. എന്തെങ്കിലും ആവശ്യങ്ങളിൽ മുട്ടുള്ളവനല്ല ബൈബിളിലെ ദൈവം. Praise God. परमेश्वर को ऐसा कुछ भी नहीं चाहिए. ദൈവത്തിന് അങ്ങനെ യാതൊന്നും വേണ്ട. बहुत से वचन हैं, लेकिन एक वचन हम पढ़ेंगे. അനേകം വാക്യങ്ങളുണ്ടെങ്കിലും ഒരു വാക്യം നമുക്ക് വായിക്കാം. पौलुस प्रेरित विश्व दार्शनिकता के राजधानी में खड़ा होकर के दिया हुआ एक संदेश है. പൗലോസ്
വിശ്വ ദാർശനികത രാജധാനി ലോക താത്വികതയുടെ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. Where? In Athens. At Athens. Acts प्रेरितों के काम 17वां अध्याय में है. हम पढ़ेंगे उसकी 24 से. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 24 മുതൽ നമുക്ക് വായിക്കാം. न किसी वस्तु की आवश्यकता के कारण मनुष्यों की हाथों की सेवा लेता है. വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. सोक्रेटिस के इलाके में पौलुस प्रचार कर रहा था. സോക്രട്ടീസിന്റെ നാട്ടിലിരുന്നാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. इसलिए मैंने कहा the capital of world philosophy जो विश्व दार्शनिकता की राजधानी में था. ലോകത്തിന്റെ താത്വികതയുടെ കേന്ദ്ര സ്ഥാനത്തിലിരുന്നുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. सबके सब फिलोसोफर्स थे, दार्शनिक लोग थे. എല്ലാവരും ഫിലോസഫേഴ്സ് ആണ്. अब पौलुस किसी की इंतजार कर रहा था. उस समय वहां पर मिला मौके पर प्रचार किया. പൗലോസ് ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സമയത്ത് അവിടെ കിട്ടിയ അവസരത്തിലാണ് പൗലോസ് ഇത് പറയുന്നത്. वहां पर परमेश्वर के बारे में पौलुस ने कई बातें कहा. उसमें से एक है कि उसको किसी वस्तु की आवश्यकता नहीं है. അനേക കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെ ഒരു കാര്യമാണ് ദൈവത്തിന് ഒരു ആവശ്യങ്ങളും ഇല്ല. മുട്ടുള്ളവനല്ല ദൈവം. किसी भी बात की जरूरतमंद नहीं है परमेश्वर. ഒരു കാര്യത്തിന്റെയും മുട്ടുള്ളവനല്ല ദൈവം. परमेश्वर को रहने के लिए कोई स्थान की जरूरत नहीं है. താമസിക്കുവാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യം ദൈവത്തിനില്ല. फिर भी स्वर्ग बनाया. എങ്കിലും സ്വർഗം നിർമ്മിച്ചു. इसलिए नहीं कि परमेश्वर को स्वर्ग चाहिए रहने के लिए. ദൈവത്തിന് താമസിക്കുവാൻ സ്വർഗം വേണ്ടതുകൊണ്ടല്ല സ്വർഗം നിർമ്മിച്ചത്. उसी प्रकार परमेश्वर को स्तुति, आराधना, दान, भेंटों की आवश्यकता भी नहीं. അങ്ങനെ തന്നെ സ്തുതിയുടെയും ആരാധനയുടെയും സ്തോത്രകാഴ്ചയുടെയും ഒന്നും ആവശ്യം ദൈവത്തിനില്ല. फिर भी परमेश्वर ये लेता है. എങ്കിലും ദൈവം ഇതൊക്കെ വാങ്ങുന്നു. परमेश्वर को हम कुछ दें तब भी इस बात को समझें कि हमारे परमेश्वर किसी आवश्यकता में रहने वाला नहीं है. നാം എന്തെങ്കിലും ദൈവത്തിന് കൊടുത്താലും ഇത് തന്നെ നാം ചിന്തിക്കുക, ദൈവത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. हम कुछ करें नहीं, दे नहीं तो भी परमेश्वर को कोई घाटा नहीं है. നാം എന്ത് കൊടുത്തില്ലെങ്കിലും നാം എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും ദൈവത്തിന് ഒരു നഷ്ടവും വരുന്നില്ല. कुछ लोगों का विचार और बातें सुनकर के लगता है हम अगर स्तुति नहीं करेंगे तो सिंहासन नहीं होगा, परमेश्वर टपक जाएगा. ചിലരുടെ സംസാരം കേട്ടാൽ തോന്നും നാം സ്തുതിയും സ്തോത്രവും കൊടുത്തില്ല എങ്കിൽ കർത്താവിന് ഇരിക്കുവാൻ സ്ഥലമില്ല, കർത്താവ് താഴെ പോകും. क्योंकि इस्राएलियों की स्तुतियों पर विराजमान है. स्तुति का सिंहासन तैयार ना करें तो बेचारा कहीं बैठेंगे नहीं, ढूंढ ढूंढ करके कब तक खड़े रहेंगे, निकल जाएंगे. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് സ്തുതി കൊടുത്തില്ല എങ്കിൽ ഇരിക്കുവാൻ സ്ഥലമില്ല. नो, इसीलिए कोई स्तुति ना करें. ഒരിക്കലും അങ്ങനെ ദൈവത്തിന് സ്തുതി കൊടുക്കുന്നവരാകരുത്. तो परमेश्वर किसी वस्तु की आवश्यकता में होने है सोच करके हम कुछ न करें. കർത്താവിന് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് ചിന്തിച്ച് നാം ഒന്നും ചെയ്യരുത്. केवल इसीलिए हम परमेश्वर की स्तुति करें, महिमा करें. കേവൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതിന് കാരണം ഇത് മാത്രമായിരിക്കണം. क्या है शोभा? सुजित को याद होगा पिछले प्रकाशित वाक्य की हमारे हिंदी क्लास में यही बात ने बताई, इसलिए मैंने आपसे पूछा. जी बिल्कुल एक ही बात है.
He is worthy of all these things. ഒരേ ഒരു കാര്യമാണ് ഇതിലുള്ളത്, ഇതിനെല്ലാത്തിനും യോഗ്യനായവനാണ് നമ്മുടെ ദൈവം. जो कोई परमेश्वर को आदर, महिमा, स्तुति, आराधना, दान, भेंट, उसमें जो भी जोड़े तो जोड़ लो, इन सबके लिए योग्य वो है. समझने वाले उसको ये सब कुछ दे दे, परमेश्वर आनंद के साथ उन्हें ग्रहण करेंगे. ദൈവത്തിന് നാം അർപ്പിക്കുന്ന ഓരോ സ്തുതിയും സ്തോത്രവും ആരാധനയും എല്ലാ അർപ്പണങ്ങളും സ്വീകരിക്കുവാൻ ദൈവം യോഗ്യൻ ആണ് എന്ന് മാത്രം മനസ്സിലാക്കി ദൈവത്തിന് അർപ്പിച്ചാൽ ദൈവം അത് സ്വീകരിക്കും. इसलिए हम लोग ये कोरस गाते हैं ना, योग्य केवल तू, योग्य केवल तू. അതുകൊണ്ട് നാം പാടാറുണ്ട്, യോഗ്യൻ നീ മാത്രം, യോഗ്യൻ നീ മാത്രം. तो परमेश्वर उसके लिए योग्य है, हमें समझना है. ദൈവം അതിന് യോഗ്യനാണ് എന്ന് നാം മനസ്സിലാക്കണം. दूसरी बात, परमेश्वर ही उसके लिए योग्य है, हमें समझना है. രണ്ടാമത്തെ കാര്യം, ദൈവം മാത്രം അതിന് യോഗ്യനാണെന്ന് നാം മനസ്സിലാക്കണം. ध्यान दे रहे हो ना? तो परमेश्वर उसके लिए योग्य है, दूसरा परमेश्वर ही योग्य है. ദൈവം അതിന് യോഗ്യനാണ്, ദൈവം മാത്രം അതിന് യോഗ്യനാണ്. और कोई भी उसके लायक नहीं है. വേറെ ആരും ഇതിന് യോഗ്യരല്ല. सो ये पहचान काफी महत्वपूर्ण है. ഈ ഒരു തിരിച്ചറിവ് വളരെ മഹത്വമുള്ളതാണ്. ये पहचान में हम अपने परमेश्वर की महिमा और स्तुति करते रहें. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുക. माफ कीजिएगा, और किसी समय हम ये भी सीखेंगे हाउ नॉट टू वर्शिप. ക്ഷമിക്കുക, പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് എങ്ങനെ നാം ആരാധിക്കരുത് എന്നുള്ള വിഷയത്തെ പറ്റി ചിന്തിക്കാം. या द रॉन्ग वर्शिप, गलत आराधना की तरीकाओं के बारे में भी हम देखेंगे. തെറ്റായ ആരാധനാ രീതികളെ പറ്റി നമുക്ക് ചിന്തിക്കാം. सो बाइबल का एक पैटर्न है, बाइबल का एक रीति है, हाउ नॉट टू बट हाउ टू. कैसे नहीं होना चाहिए परंतु कैसे होना चाहिए. തിരുവചന പ്രകാരം എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയല്ല ആരാധിക്കേണ്ടത് എന്നൊരു രീതിയുണ്ട്. तो उसमें हम वापस कभी आएंगे. तो अभी हम इसी में आगे बढ़ते हैं कि हम परमेश्वर की काबिलियत को समझें. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. നാം ഇപ്പോൾ കർത്താവിന്റെ യോഗ്യതയെ പറ്റി ചിന്തിക്കാം. मान लीजिए हम जहां नौकरी करते हैं, चाहे सरकारी नौकरी हो, प्राइवेट हो, हम जहां नौकरी करते हैं वहां पर एक 4th क्लास का, एक चपरासी का बच्चे के शादी है और हमारी बॉस के बच्चे की शादी भी है. നാം ചിന്തിക്കുക, നാം ജോലി ചെയ്യുന്നിടത്ത് 4th ക്ലാസ് ഗ്രേഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൊച്ചിന്റെ കല്യാണമാണ്. അതിനോടൊപ്പം തന്നെ മാനേജറിന്റെയും കുഞ്ഞിന്റെയും കല്യാണമാണ്. दोनों में हमें न्योता है, രണ്ടിലും നമുക്ക് ക്ഷണമുണ്ട്. दोनों में हम कुछ गिफ्ट देंगे. രണ്ടിലും നാം സമ്മാനം കൊടുക്കും. किसको देने वाला गिफ्ट ज्यादा महंगा होगा? ആർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് വില കൂടിയത്? बॉस का ना, जबकि जरूरत किसको है? हाँ, वहां का सर्वन का, पियून का. ആവശ്യം അവിടെയുള്ള പിയൂണിന്റെ പൈതലിനാണെങ്കിലും നാം ഏറ്റവും വില കൂടിയ സമ്മാനം നൽകുന്നത് നമ്മുടെ ബോസിന്റെ പൈതലിനായിരിക്കും. क्यों? हमारा उस दान की जरूरत बॉस को है? നമ്മുടെ ആ സമ്മാനത്തിന്റെ ആവശ്യം ആ ബോസിനുണ്ടോ? बिल्कुल भी नहीं. ഒരിക്കലുമില്ല. शायद वो देखेगा भी नहीं हमारा वो गिफ्ट. ചിലപ്പോൾ ആ വ്യക്തി അത് നോക്കുക പോലുമില്ലായിരിക്കാം. बिल्कुल उसकी जरूरत नहीं, അതിന്റെ ആവശ്യമേ തനിക്കില്ല. फिर भी हम देंगे. എന്നാലും നാം കൊണ്ടു കൊടുക്കും. कैसे देंगे? എങ്ങനെയാണ് നാം കൊടുക്കുന്നത്? उसकी गरिमा के अनुसार, ആ വ്യക്തിയുടെ മഹത്വം എങ്ങനെയാണോ ആ മഹത്വം അനുസരിച്ച് കൊടുക്കും. उसकी कुर्सी की महिमा के अनुसार, ആ വ്യക്തി ഇരിക്കുന്ന കസേരയുടെ മഹത്വം അനുസരിച്ച്. बस इतना तो हम समझते हैं. ഇത്രയും കാര്യം നമുക്ക് മനസ്സിലാകില്ലേ? अगर ऐसा है तो इसी सिद्धांत को इसकी कई गुना बढ़कर परमेश्वर के साथ में जरा जोड़िए. അങ്ങനെയെങ്കിൽ ഇതേ അർത്ഥത്തിൽ ദൈവത്തെ നാം ആരാധിക്കുന്നതുമായിട്ട് ഒന്ന് യോജിപ്പിച്ചു നോക്കൂ.
परमेश्वर को हमारे किसी भी चीज की आवश्यकता नहीं है. ദൈവത്തിന് നമ്മുടെ ഒരു കാര്യത്തിന്റെയും ഒരു ദാനത്തിന്റെയും ആവശ്യമില്ല. हमारी जरूरत है क्या परमेश्वर को? നമ്മുടെ ആവശ്യമുണ്ടോ ദൈവത്തിന്? बिल्कुल नहीं. ഒരിക്കലുമില്ല. फिर भी बनाया हमको. എന്നാലും നമ്മെ ഉണ്ടാക്കി. साथ में है ना आप लोग? हम पढ़ चुके हैं कि गॉड मेड अस फॉर फेलोशिप एंड पार्टनरशिप. हमें संगति और साझेदारी के लिए परमेश्वर ने बनाया. നമ്മെ കൂട്ടായ്മയ്ക്കും കൂട്ടവകാശത്തിനും വേണ്ടിയാണ് ദൈവം നിർമ്മിച്ചത്. परमेश्वर ने हमको संगति के लिए, फेलोशिप के लिए, कम्युनियन के लिए बनाया. നമ്മെ ദൈവം കൂട്ടായ്മയ്ക്കായി നിർമ്മിച്ചു. क्यों? परमेश्वर को डर लगता था अकेले. എന്റെ ദൈവത്തിന് പേടിയായിരുന്നു ഒറ്റയ്ക്ക്. बोर होता था. ബോറാകുമായിരുന്നു. हमारी संगति की जरूरत परमेश्वर को था. നമ്മുടെ കൂട്ടായ്മയുടെ ആവശ്യം ദൈവത്തിനുണ്ടായിരുന്നോ? नहीं था. ഒരിക്കലുമില്ല. प्यारो, ये बात है, मुझे परमेश्वर की स्तुति करने के लिए बिल्कुल उकसाता है. പ്രിയമുള്ളവരെ, ഈ കാര്യമാണ് എന്നെ ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. क्योंकि मैंने परमेश्वर से कहा, प्रभु आपको मेरी जरूरत नहीं था. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് എന്റെ ആവശ്യമില്ലായിരുന്നു. मेरी संगति से आपको कोई लाभ नहीं. എന്റെ കൂട്ടായ്മ കൊണ്ട് ദൈവത്തിന് ഒരു ലാഭവുമില്ല. मेरी संगति ना होने से परमेश्वर को कोई बोरियत नहीं, परमेश्वर को कोई घाटा नहीं. എന്റെ കൂട്ടായ്മ ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവം ബോറാകുകയോ ഒരിക്കലും നഷ്ടമുണ്ടാകുകയോ ചെയ്യുന്നില്ല. फिर भी ये सेल्फ सफिशिएंट, ओके, ये जो स्वयं पर्याप्त इतना महान परमेश्वर को यह भाया कि वो मुझे और आपको मिट्टी से बनाकर अपने साथ संगति में जोड़ करके रखे. എന്നാലും സ്വയം പര്യാപ്തനായ ദൈവം മണ്ണുകൊണ്ട് നമ്മെ ഉണ്ടാക്കി തന്നോടൊപ്പം കൂട്ടായ്മ ആചരിക്കേണ്ടതിന് സൃഷ്ടിച്ചു. हालेलुया. ये बात को पहचानेंगे तो हम उसकी स्तुति करना रोकेंगे नहीं. ഈ കാര്യം നാം മനസ്സിലാക്കിയാൽ ദൈവത്തെ സ്തുതിക്കുന്നത് നാം ഒരിക്കലും നിർത്തുകയില്ല. श्वास लेना शायद हम रोकेंगे, मगर प्रभु की महिमा करना हम नहीं रोकेंगे. ശ്വസിക്കുന്നത് ചിലപ്പോൾ നാം നിർത്തുമായിരിക്കും, എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നത് നാം നിർത്തുകയില്ല. क्योंकि इतना अति महान परमेश्वर को मेरी जरूरत ना होने पर भी उसने मुझे अपने लिए बनाया. ഇത്ര മഹാനായ ദൈവത്തിന് എന്റെ ആവശ്യമില്ലാതിരുന്നിട്ടും എന്നെയും നിങ്ങളെയും ഉണ്ടാക്കി. उस परमेश्वर को हमारे कोई प्रयोजन नहीं था, फिर भी उसने मुझे और आपको अपना पुत्र की द्वारा छुड़ा लिया. ആ ദൈവത്തിന് നമ്മെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതിരുന്നിട്ടും തന്റെ ഏകജാതനായ പുത്രനെ കൊണ്ട് നമ്മെ വിടുവിച്ചു. हम जो खो गए थे पाप में, और हम जो खो गए थे दुनिया की मेला में, परमेश्वर को कोई घाटा नहीं था, फिर भी वो हमें ढूंढ करके आया. പാപത്തിലും ലോകത്തിന്റെ മോഹങ്ങളിൽ നഷ്ടപ്പെട്ടവരായിരുന്ന നമ്മിൽ പ്രാപിച്ചില്ലെങ്കിൽ ഒന്നും നഷ്ടമാകാതിരുന്ന ദൈവം നമ്മെ വിട്ടുകളയാതെ വീണ്ടും അവിടെ തേടി വന്ന് നമ്മളെ രക്ഷിച്ചു. हालेलुया. हम अगर वापस परमेश्वर से जुड़े नहीं तो भी घाटा हमें ही होता, फिर भी वो हमें खोज करके ढूंढ करके आया. क्रूस पर उसने हमें ढूंढा. നാം വീണ്ടും ദൈവീയ കൂട്ടായ്മയിലേക്ക് വന്നില്ല എങ്കിൽ ദൈവത്തിന് നഷ്ടമില്ലായിരുന്നു, എങ്കിലും വീണ്ടും നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് വന്നു. हालेलुया. ओ प्रभु, ऐसा मुझसे प्रेम करने वाला आपका प्रेम के लिए आपका धन्यवाद. കർത്താവേ, ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ये प्रेम को जब समझेंगे तब है बिना किसी की प्रेरणा से हम उसकी गुणानुवाद करते रहेंगे. ഈ സ്നേഹം നാം മനസ്സിലാക്കുമ്പോഴാണ് ആരും ഉത്സാഹിപ്പിക്കാതെ നാം ദൈവത്തെ സ്തുതി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. बिना राशन के हम परमेश्वर की महिमा करते ഒരു रहेंगे. നിയന്ത്രണവും ഇല്ലാതെ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. हालेलुया. तो परमेश्वर को कोई प्रयोजन नहीं था, आवश्यकता नहीं था, फिर भी उसने हमें बनाया, हमें बचाया, और उस योग्यता परमेश्वर का समझ करके हम उसकी स्तुति करें,
वो परमेश्वर के लिए आनंद की बात है। ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു പ്രയോജനമില്ലാതിരുന്നിട്ടും ഒരു നഷ്ടവുമില്ലാതിരുന്നിട്ടും നമ്മെ ഉണ്ടാക്കി നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുത്ത ദൈവത്തിന് യോഗ്യമായ സ്തുതി നാം അർപ്പിക്കാം. हालेलुया। इस परमेश्वर को इसीलिए हम कुछ दें तो कैसे दें? ഈ ദൈവത്തിന് നാം എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ എങ്ങനെ കൊടുക്കണം? अबिता याद है क्या दे, कैसा दे? എങ്ങനെയാണ് കൊടുക്കേണ്ടത്? प्रेज गॉड। हमारे कल भी मैंने वो खास संदेश कल भी दिया था मैंने। ഇതിലെ ഒരു പ്രധാന സന്ദേശം ഇന്നലെ ഞാൻ തന്നിരുന്നു. परमेश्वर को हम अपने जीवन का सर्वोत्तम दे दें। നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായത് ദൈവത്തിന് നൽകുക. हमारे जीवन का सबसे प्रथम और प्रधान चीज को दे दे। നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും മുഖ്യവുമായത് കർത്താവിന് നൽകുക. हालेलुया। समझ में आ रहा ना? लेकिन आज की स्थिति में क्या हम प्रभु को सबसे खास हमारे जीवन का सबसे उत्तम ही देते हैं? ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതും ഏറ്റവും മുഖ്യമായതുമാണോ നാം ദൈവത്തിന് കൊടുക്കുന്നത്? मेरे पास में कुछ दिन पहले तक कुछ पैसा नोट रखे हुए थे। अभी पता नहीं कहाँ है, मैं रखा था लेकिन गायब हो गए शायद। കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ കയ്യിൽ കുറച്ച് നോട്ടുകൾ ഇരിപ്പുണ്ടായിരുന്നു. वो मुझे पहले किसी चर्च में ऑफरिंग में से मिला था। കഴിഞ്ഞ ചില സഭകളിൽ നിന്ന് സ്തോത്രകാഴ്ചയായി ലഭിച്ചതാണ്. बैंक वाले भी नहीं लेंगे ऐसा नोट। ബാങ്കുകാർ പോലും എടുക്കാത്ത നോട്ട്. एक छोटी सी बात है मैं जो मैं आपको बता रहा हूं। ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. जो और किसी को नहीं चाहिए, खुद को भी नहीं चाहिए, वो हम किसी को देने के लिए तैयार हो जाते हैं। ഒരു നമുക്ക് ഉപയോഗമില്ലാത്തതും മറ്റാർക്കും ഉപയോഗമില്ലാത്തതും നാം എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ദാനം ചെയ്യും. है ना? रूफस कभी कभी कोई चीज आइसक्रीम हो या उस तरह की कोई चीज ला करके हमें दे देता है। റൂഫസ് ചിലപ്പോൾ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് തരാറുണ്ട്. तो पक्का मैं उसे पूछता हूँ, क्यों बेटा ये तुझे पसंद नहीं ना? തീർച്ചയായിട്ടും അപ്പോൾ ചോദിക്കാറുണ്ട്, നിനക്കിത് ഇഷ്ടമല്ലല്ലേ? हाँ, कोई चीज उसको नहीं पसंद है, वो किसी को भी वो दे देगा। അവന് ഇഷ്ടമല്ലാത്തത് അവൻ ആർക്ക് വേണേലും കൊടുക്കും. अक्सर बच्चे लोग ऐसे ही है ना? കുഞ്ഞുങ്ങളൊക്കെ മിക്കവാറും അങ്ങനെയാണ്. जो हमको नहीं चाहिए, हमको नहीं पसंद है, वो किसी को भी दे देंगे। നമുക്ക് ഇഷ്ടമല്ലാത്തത് നാം ആർക്കെങ്കിലും കൊടുക്കും. लेकिन जो हमारे पसंदीदा है वो देते किसी को? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നാം ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? समझ नहीं, कोई नहीं देते। ആരും കൊടുക്കാറില്ല. बच्चों ने तो बचपने में तो वो चीज बता दिया, लेकिन हम लोग थोड़ा उस्ताद लोग हैं तो नहीं बोलते हैं, बस इतना ही है। കുഞ്ഞുങ്ങൾ അവരുടെ നിഷ്കളങ്കമായ ഹൃദയം കൊണ്ട് അവർ സത്യം പറയും. നാം മുതിർന്നവരാണ്, നാം പറയില്ല. तो जो हमको नहीं चाहिए, जो हमारे काम का नहीं है, वो परमेश्वर को दे दे तो परमेश्वर उसे कईन की अर्पण जैसा ही स्वीकार करेंगे। നമുക്ക് ആവശ്യമില്ലാത്തതും നമുക്കൊരു ഉപയോഗവുമില്ലാത്തതും ദൈവത്തിന് കൊടുത്താൽ അത് കയ്യിന്റെ യാഗം പോലെ മാത്രമേ ദൈവം കാണുകയുള്ളൂ. समझ में आ रहा ना? आप उसको ऑफरिंग डालने वाले पैसा के तौर पर ही मत समझिएगा। സ്തോത്രകാഴ്ചയിടുന്ന പൈസയായി മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. वो सब बहुत निचले स्तर की बात है, അത് ഏറ്റവും താഴെയുള്ള ഒരു കാര്യമാണ്. वो छोड़ दो। അത് വിട്ടേക്കുക. लेकिन हम उसकी उस सीढ़ी के ऊपर चढ़े, നാം ആ പടികളുടെ ഏറ്റവും മുകളിൽ കയറുക. हम अपने आप को परमेश्वर के लिए देने की सिलसिले में सोचे। നാം നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുക. हमने प्रभु को क्या दिया है? നാം ദൈവത്തിന് എന്താണ് നൽകിയത്? मैं परमेश्वर का धन्यवाद करता हूं
आप सबों के लिए कि कम से कम हमारी होश में रहने वाली उम्र में, हमारी जवानी में अपने प्रभु को पहचानने और अपने जीवन को समर्पित करने का सौभाग्य हमें मिला है। ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് സ്തുതിക്കുന്നു. നമുക്ക് സുബോധമുള്ളപ്പോൾ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന നല്ല പ്രായത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. बदसूरत चीजों में भी खूबसूरती को अनुभव करने की नजरिए जब हमारे अंदर सक्रिय है, ऐसे समयों में हमारे नजरों को खुदा के लिए सौंप दे, वही खुदा हमसे मांगेंगे और चाहेंगे. സൗന്ദര്യമില്ലാത്ത വസ്തുക്കളിൽ പോലും സൗന്ദര്യം ദർശിക്കുവാൻ കഴിയുന്ന പ്രായത്തിൽ ആ കണ്ണിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. हालेलुया, प्रेज गॉड. समझ में आ रहा ना? मैं एक बार एक कलीसिया में सेवा कर रहा था. ഞാൻ ഒരു പ്രാവശ്യം ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് उनसे करीब 20 किलोमीटर दूरी पर, अन्नू के ही चर्च की बात है, वहां पर जब मैं पास्टर था तो करीब 20 किलोमीटर दूरी में एक बहुत बड़ा धनी मनुष्य रहता था. അനുവിന്റെ സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ നിന്ന് 20 കിലോമീറ്റർ ദൂരെയായി വളരെ ധനികനായ ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ടായിരുന്നു. अंग्रेजों के समय में एमपी रोडवाइज के जीएम होकर के नौकरी करने वाला आदमी था. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ മധ്യപ്രദേശ് റോഡ്വേസിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന മനുഷ്യൻ. जनरल मैनेजर था वो. ജനറൽ മാനേജർ ആയിരുന്നു. बहुत पैसा वाला, एजुकेटेड, सब है. നല്ല വിദ്യാഭ്യാസമുള്ളവനും ധനികനുമായ ഒരു വ്യക്തി. अब वो चल नहीं पा रहा है. ഇപ്പോൾ ആ വ്യക്തി നടക്കുവാൻ കഴിയില്ല. मीटिंग में मैं उनके पास बैठकर कान में जाके प्रचार करता था पूरा शक्ति लेकर, तभी उनको थोड़ा सा सुनाई देता था. മീറ്റിംഗിൽ ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ചെവിയിലോട്ടാണ് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ചെറുതായി എന്തെങ്കിലും ആ വ്യക്തിക്ക് കേൾക്കുവാൻ കഴിയുള്ളൂ. अच्छे से दिखाई नहीं पड़ता, ശരിക്ക് കാണുവാൻ കഴിയില്ല. तो ऐसी स्थिति में पहुंचा. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തി. तो तब उन्होंने मेरे से कहा, पास्टर साहब, मैं अगर तंदुरुस्त होता तो मैं आपके साथ में चलता, मैं आपके साथ में मीटिंगों में आता, आपके चर्च में भी मैं आता. അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്റർ, നിങ്ങളെപ്പോലെ ആരോഗ്യവും ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ സഭായോഗത്തിന് വരികയും മീറ്റിങ്ങുകൾക്ക് വരികയും കൂട്ടായ്മകൾക്ക് വരികയും ചെയ്യുമായിരുന്നു. उस समय प्रभु ने मुझे बताया एक बात है. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, छोटी सी चींटी हमारे शरीर में कहीं से भी चले, तब भी उन बातों को भी समझने का सेंसेशन हमारी चमड़ों में रहते, उस समय हम अपने जीवन को परमेश्वर के लिए, पवित्रताई के लिए समर्पित करना चाहिए. ചെറിയ ഒരു ഉറുമ്പ് നമ്മുടെ കൈകളിൽ കൂടെ നടക്കുമ്പോൾ പോലും അതിനെ തിരിച്ചറിയുവാൻ ആ ഒരു സെൻസേഷൻ നമുക്കുള്ളപ്പോൾ തന്നെ ദൈവത്തിനു വേണ്ടി നാം സമർപ്പിക്കപ്പെട്ടിറങ്ങിയവരാണെങ്കിൽ നാം ധന്യരാണ്. लेकिन अब बिच्छू अपनी मजबूत ढंग से ढसे तो भी पता नहीं चलते, ऐसी स्थिति में आया, तब बोल रहे हैं अब मैं प्रभु के लिए अपने आप को दूंगा. नहीं, परमेश्वर नहीं चाहेंगे. ഇപ്പോൾ തേൾ കടിച്ചാൽ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത ശാരീരിക അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ ദൈവത്തിനു വേണ്ടി ഇറങ്ങും എന്ന് പറയുന്നു. അങ്ങനെയുള്ള അവസ്ഥ ദൈവത്തിന് ആവശ്യമില്ല. समझ में आ रहा ना? മനസ്സിലായല്ലോ? सर्वोत्तम, सर्वप्रथम प्राथमिकता की चीजें हम अपने परमेश्वर को दे दें. ഏറ്റവും മുഖ്യമായതും ഏറ്റവും പ്രാധാന്യമേറിയതുമായ കാര്യം നാം നമ്മുടെ ദൈവത്തിന് നൽകുക. मोस्ट बिलाउड, हमारा सबसे प्रिय चीज को परमेश्वर के लिए നാം दे दें. ഏറ്റവും സ്നേഹിക്കുന്ന കാര്യത്തെ ദൈവത്തിന് നൽകുക. इब्राहिम के पास परमेश्वर आया. അബ്രഹാമിന്റെ അടുത്തേക്ക് ദൈവം വന്നു. एक से ज्यादा बेटे हैं उनके. ഒന്നിലധികം പുത്രന്മാരുണ്ട്. परमेश्वर ने उनमें से एक को मांगा. അതിലൊന്നിനെ ദൈവം ചോദിച്ചു, तेरा एक बेटे को मुझे दे दे. परमेश्वर बोलता तो वो किसको देता? നിന്റെ ഒരു മകനെ എനിക്ക് തരിക എന്ന് പറഞ്ഞാൽ അബ്രഹാം ആരെ കൊടുത്തിരുന്നേനെ? इस्माइल को, पक्का. ഇസ്മായിലിനെ നൽകിയേനായിരുന്നു. परमेश्वर का बहुत धन्यवाद भी करता.
ദൈവത്തിന് വളരെ നന്ദി അർപ്പിക്കും. क्योंकि घर में उसकी वजह से काफी उलझन था, तो वो अगर निकल जाते तो अच्छा था. എന്തുകൊണ്ടെന്നാൽ ഇശ്മായേൽ കാരണം വീട്ടിൽ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. इसलिए परमेश्वर ने कोई चूक नहीं किया. അതുകൊണ്ട് ദൈവം ഒന്നും വിട്ടുകൊടുത്തില്ല. परमेश्वर ने कहा, इब्राहिम तेरा बेटा इसहाक को, उतने में भी उसने, परमेश्वर ने रोका नहीं, कोमा डाल करके बोला, जिससे तू सबसे अधिक प्रेम करता है उसी को मेरे लिए बलि करके चढ़ा. അബ്രഹാമിനോട് ദൈവം ഇപ്രകാരം പറയുന്നു, നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കാം. इसहाकिने तन्ने, प्रेज गॉड. उसी प्रकार परमेश्वर भी हमसे कहता है, सब कुछ प्रभु को नहीं चाहिए, लेकिन जिससे हमारे अधिक लगाव है उसी को प्रभु हमसे मांगेंगे. അങ്ങനെ തന്നെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാം ദൈവത്തിന് വേണ്ട, എന്നാൽ ഏറ്റവും കൂടുതൽ നാം അടുത്തിരിക്കുന്നതും സ്നേഹിക്കുന്നതും എന്തിനെയാണോ അതിനെയാണ് ദൈവത്തിന് ആവശ്യം. अति प्रिय चीज हमारे लिए क्या है? ഏറ്റവും കൂടുതൽ നാം പ്രിയപ്പെടുന്നത് എന്താണ്? उसी को हम प्रभु के लिए दे दे. അതിനെ നാം ദൈവത്തിന് വേണ്ടി നൽകുക. प्राइम टाइम, हमारे प्रतिदिन का समय का सबसे अच्छा समय. നമ്മുടെ ദിനംതോറുമുള്ള സമയത്തിന്റെ ഏറ്റവും മുഖ്യമായ സമയം ദൈവത്തിന് നൽകുക. कभी कभी तो हमें नींद नहीं आता है, ചിലപ്പോൾ നമുക്ക് ഉറക്കം വരില്ല. बहुत कुछ काम किया फिर भी नींद नहीं आ रहा, വളരെയധികം ജോലികൾ ചെയ്തു എന്നാലും ഉറക്കം വരില്ല. तो फिर प्रार्थना कर लेते हैं, എന്നാ പിന്നെ പ്രാർത്ഥിച്ചേക്കാം. नहीं चाहिए परमेश्वर को. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. लेकिन बहुत नींद आ रही है, എന്നാൽ വളരെ ഉറക്കം വരുന്നു. हमको किसी किसी समय का नींद है ना, इतना मजे का रहता है कि पूछो मत. ചില സമയങ്ങളിൽ ഉറക്കം വളരെ സുഖകരമാണ്. तब परमेश्वर बोलता, बेटा तेरा वो नींद की, वो मीठी नींद का समय है ना, उसमें से आधा घंटा मुझे दे. അപ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, നിനക്ക് ഏറ്റവും സുഖകരമായ ഈ ഉറക്കത്തിന്റെ സമയത്ത് നിന്ന് അരമണിക്കൂർ എനിക്ക് നൽകാം. हम इनमें से कौन सा देते हैं? നാം ഇതിൽ ഏതാണ് ദൈവത്തിന് നൽകുന്നത്? वो प्राइम वाला दे पाते क्या? नहीं ना. आज परमेश्वर हमसे वही मांग रहा है. നാം ഇതിൽ ഏറ്റവും മുഖ്യമായത് പ്രിയമായത് ദൈവത്തിന് കൊടുക്കാറുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് ദൈവം നമ്മിൽ നിന്ന് അതാണ് ആഗ്രഹിക്കുന്നത്. समझ में आ रहा है ना? ആമേൻ. प्रेज गॉड. हम किसके साथ रहना ज्यादा पसंद करते हैं? നാം ആരോടൊപ്പം താമസിക്കുവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? किसकी संगति हमारे लिए बहुत ही अच्छा लगता है? ആരുടെ കൂട്ടായ്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറിയത്? शायद मान लीजिए, मुझे, मानो हमारे दो बेटे, मुझे शायद बड़ा बेटे के साथ का समय और ज्यादा अच्छा लगता हो. परमेश्वर बोलेगा, बेटा तू बड़ा बेटे के साथ में जो समय बिताते हैं ना, उनमें से 1 घंटा मुझे दे. ദൈവം എന്നോട് പറയുകയാണ്, നിന്റെ മൂത്ത മകനുമായി നീ ചിലവഴിക്കുന്ന സമയം നീ എനിക്ക് വേണ്ടി തരിക. ഞാൻ അവനോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. इसी प्रकार हमारे सबसे पसंदीदा व्यक्ति के साथ की संगति का समय काट करके हम खुदा को दे पा रहे क्या? ഇങ്ങനെ നാം ഏറ്റവും പ്രിയപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ മുറിച്ചു മാറ്റി അത് നാം ദൈവത്തിന് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? हाँ जी, नहीं ना. प्रेज गॉड, हालेलुया. परमेश्वर हमसे क्या चाहता है? ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? नॉट सरप्लस, जो बचा हुआ है वो नहीं चाहता है. നമ്മിൽ നിന്നും അധികമായത് എന്താണോ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. जो बचा हुआ, हम लोग बोलते हैं कि सरप्लस, നാം പറയാറുണ്ട് അധികമായത്. वो तो कॉर्पोरेट लैंग्वेज हो गया. आजकल की जो कुछ सभ्य या कुछ व्यापार ऐसे क्षेत्रों का एक
भाषा हो गया, അത് വ്യാപാരികളും വ്യവസായികളും ഉപയോഗിക്കുന്ന ഒരു ഭാഷയായി. लेकिन साधारण भाषा इस्तेमाल करें तो എന്നാൽ സാധാരണ ഭാഷ നാം ഉപയോഗിക്കുകയാണെങ്കിൽ वेस्ट, വേസ്റ്റ്, कचरा. കച്ചട. हमें और किसी चीज के लिए वो इस्तेमाल नहीं होता है, वो हम प्रभु को दे दे, नहीं चाहेंगे प्रभु. നമുക്ക് വേറെ ഒരു ആവശ്യത്തിനും ഉപയോഗമില്ലാത്ത കാര്യം നാം ദൈവത്തിന് കൊടുക്കുന്നു, അത് ദൈവത്തിന് ആവശ്യമില്ല. एक बार मुझे ट्रांसफर होकर के चर्च में गया तो मेरे से पहले वाला पास्टर ने कचड़े में डाला हुआ कबाड़े में बेचने वाला किताबों में से मुझे एक छोटी सी किताब मिला. ഒരു പ്രാവശ്യം ഒരു സഭയിൽ ഞാൻ ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അവിടെ എനിക്ക് മുമ്പുണ്ടായിരുന്ന ദേവദാസൻ കളയുവാനായി വെച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്ന് ഒരു ചെറിയ പുസ്തകം എനിക്ക് ലഭിക്കുകയുണ്ടായി. लेकिन मेरे लिए बहुत काम का था वो किताब. അതെനിക്ക് വളരെ ഉപയോഗമുള്ള ഒരു പുസ്തകമായിരുന്നു. वो डिसाइपलशिप के बारे में था, शिष्यत्व- चेलापन के बारे में था. ശിഷ്യത്വത്തെ പറ്റിയായിരുന്നു ആ പുസ്തകം. विलियम मैकडोनाल्ड का एक 14 पन्ने वाला 14 पेजेस का एक छोटी सी किताब. 14 പേജുള്ള വില്യം മാക്ഡൊണാൾഡിന്റെ ഒരു പുസ്തകമായിരുന്നു. उसमें उन्होंने कहा हुआ एक दो बात आपके सामने रखकर मैं समाप्त करूंगा. അതിൽ ആ വ്യക്തി പറഞ്ഞതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. All the Christians are ought to be Christ disciples. सारे मसीहिया यीशु के चेले होने के लिए परमेश्वर चाहता है. എല്ലാ ക്രിസ്ത്യാനികളും യേശുവിന്റെ ശിഷ്യരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Also Christ want every Christian to be disciple makers. चेले बने ही नहीं, वे चेले बनाने वाले भी बन जाए. എല്ലാ ക്രിസ്ത്യാനികളും ശിഷ്യരാകുക മാത്രമല്ല ശിഷ്യന്മാരെ ഉണ്ടാക്കുകയും കൂടെ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ്, ട്രൂ ക്രിസ്ത്യാനിറ്റി ഈസ് ആൻ ഓൾ അവർ കമ്മിറ്റ്മെന്റ് ടു ക്രൈസ്റ്റ്. सच्ची मसीहियत का मतलब है कि अपना जीवन का सब कुछ मसीह के लिए समर्पित करें. യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. सब कुछ, ऐसा कुछ भी जीवन में ना रहे जो प्रभु के लिए समर्पित ना हो. കർത്താവിന് സമർപ്പിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. और उसके बाद कहता है, Christ is not looking for people who will give their spare evenings and weekends or years of retirement to him. यीशु मसीह ऐसों को ढूंढ नहीं रहा है जो अपने स्पेयर इवनिंग्स, खाली शाम, स्पेयर वीकेंड्स और किसी काम नहीं, ऐसा हफ्ते की आखिरी समय और किसी काम का नहीं, रिटायर्ड लाइफ, वो सब प्रभु को दे. ऐसों की ढूंढ में प्रभु नहीं है. ഒരു ജോലിയുമില്ലാത്ത വൈകുന്നേരങ്ങളോ ആഴ്ചയുടെ അവസാനങ്ങളോ റിട്ടയർമെന്റ് ആയ നമ്മുടെ ജീവിതമോ ദൈവം ആഗ്രഹിക്കുന്നില്ല. But he looks for people who would give him first place in their lives. जो ऐसों को प्रभु ढूंढता है जो अपने जिंदगी का प्राथमिकता प्रभु को दे दे. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ സ്ഥാനം നാം ദൈവത്തിന് നൽകുക. അങ്ങനെയുള്ളവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. മറ്റൊരു മനുഷ്യൻ H.A. ഇവാൻ ഹോപ്കിൻസ്, उन्होंने ऐसे कहा. H.A. ഇവാൻ ഹോപ്കിൻസ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ പറയുണ്ടായി, He, that means Jesus, looks today as he has ever looked, not for crowds drifting aimlessly in his track, but for individual men and women whose undying allegiance will spring from their having recognized that he
wants those who are prepared to follow the path of self renunciation which he trod before them. उनका कहना यह है कि प्रभु यीशु मसीह आज भी हमेशा की तरह ऐसों को नहीं खोजता है जो लक्ष्य रहित होकर मसीह के पीछे या अपनी राहों पर चलना चाहेंगे. ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അവരുടെ വഴിയിലൂടെ ഓടുന്ന ഒരു വ്യക്തിയെ അല്ല കർത്താവ് നോക്കുന്നത്. समझ में आ रहा है? समझ में आ रहा है? नहीं आ रहा शायद. यीशु मसीह हमेशा की तरह अभी भी ऐसों को नहीं ढूंढ रहे हैं जो लक्ष्य रहित होकर अपने मार्गों पर तितर बितर चलते हैं. യേശുക്രിസ്തു എപ്പോഴും നോക്കുന്നത് പോലെ ഇപ്പോഴും ഇങ്ങനെയാണ് നോക്കുന്നത്. ഒരു ലക്ഷ്യവുമില്ലാതെ അവിടെയും ഇവിടെയും നോക്കി നടക്കുന്ന വ്യക്തികളെയല്ല. फिर किसको? പിന്നെ ആരെയാണ്? Christ is looking for individual men and women whose undying allegiance will spring from their having recognized that he wants those who are prepared to follow the path of self-renunciation which he trod before them. फिर किसको ढूंढते हैं प्रभु? ऐसों को, ऐसा स्त्री पुरुषों को व्यक्तिगत तौर पर खोजते हैं जो मसीह ने हमारे सामने चलकर दिखाया हुआ स्वयं को त्यागने की रास्ते पर ऐसे चले कि यीशु मसीह के साथ में एक अमर अलीजियंस, एक अमर क्या बोलते हैं, रिश्ते के साथ में चले. യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയ ആ ഒരു മാർഗം ഒരിക്കലും നശിച്ചു പോകാത്ത, ഒരിക്കലും തെറ്റിപ്പോകാത്ത ആ ഒരു വഴിയിലൂടെ നടക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. स्वयं को त्यागते हुए, നമ്മെ സ്വയമായി ത്യജിക്കുക. क्योंकि मसीह हम सीख रहे थे, he emptied himself, अपने आप को शून्य किया हुआ मसीह है. നാം പഠിക്കുകയുണ്ടായി തന്നെ താൻ ശൂന്യനാക്കിയ കർത്താവ്. उस प्रभु के पीछे यदि हम चलें तो हमें भी चाहिए run on the path of self renunciation, self abnegation, जो स्वयं त्यागने की रास्ते पर हम भी चलते रहें. ആ ഒരു വഴിയിലൂടെ നാം നടക്കുകയാണെങ്കിൽ സ്വയം നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ക്രിസ്തുവിൻ തന്നെ താൻ ത്യജിച്ച പാതയിലൂടെ നാമും നടക്കുക. समझ में आ रहा ना? മനസ്സിലായല്ലോ? Praise God. तो प्रभु हमसे क्या चाहते हैं? കർത്താവ് എന്താണ് നമ്മെ ആഗ്രഹിക്കുന്നത്? जो हमको नहीं चाहिए वो चीज നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണോ? नहीं. ഒരിക്കലുമല്ല. फिर പിന്നെ हमारे जीवन का सर्वोत्तम, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായത്. हम इसीलिए बोलते हैं ना, सुबह प्रार्थना करना, सुबह उठ के प्रेयर करना. അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. मतलब അർത്ഥം हमारा सबसे फ्रेश रहने का समय कब है? നാം ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയം ഏതാണ്? भोर का समय है ना. രാവിലെ സമയം. लेकिन हम कब देते हैं प्रभु को? എന്നാൽ നാം എപ്പോഴാണ് ദൈവത്തിന് സമയം കൊടുക്കുന്നത്? बाकी सब कुछ करके थक जाते हैं, खड़े खड़े, और बाथरूम में शवर के सामने भी खड़े नींद आ जाती है. ऐसे समय में जाकर के धन्यवाद 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 बोलते हैं. നാം എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് നാം വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ക്ഷീണിച്ച് വളരെ ക്ഷീണിതരായി ദൈവസന്നിധിയിൽ ചെന്നിരിക്കുന്നു. पढ़ाई सब कुछ होने के बाद में समय बचेगा तो प्रभु को देंगे ना. പഠിത്തമെല്ലാം തീർന്നിട്ട് സമയമുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കും. एग्जाम के टाइम में परमेश्वर को दे पाते हैं? പരീക്ഷയുടെ സമയത്ത് ദൈവത്തിന് സമയം കൊടുക്കാറുണ്ടോ? मेरे पास में प्रूफ है, इसलिए हमारे बच्चे लोग नहीं बोल पाएंगे. जो मेडिटेशन के लिए बोला तो
एग्जाम कहीं दूर से भी हो तो फिर छुट्टी लेते हैं. എൻ്റെ അടുത്ത് തെളിവുണ്ട്, പരീക്ഷ അങ്ങ് ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ അവരവരുടെ മെഡിറ്റേഷൻ അയക്കാറില്ല. परीक्षा कहीं दूर हो तब भी वे वो भेजने से छुट्टी लेते हैं. പരീക്ഷ അങ്ങ് ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ അത് അയക്കുന്നതിൽ നിന്ന് അവർ അവധിയെടുക്കും. बोलेंगे पूछेंगे तो बोलेंगे एग्जाम है, टाइम नहीं है. ചോദിച്ചാൽ പറയും പരീക്ഷയാണ്, സമയമില്ല. तो अगर एग्जाम के टाइम में प्रभु आए तो नहीं जाएंगे ना. അങ്ങനെയെങ്കിൽ പരീക്ഷയുടെ സമയത്ത് കർത്താവ് വന്നാൽ പോവുകയില്ലല്ലേ. मैंने एक यूथ मीटिंग के लिए हमारे जवानों को बुलाए, आज तक मुझे कोई जवाब नहीं मिला है. महीना 1-1.5 हो गया. ഈ ഒരു യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി യുവജനങ്ങളെ വിളിച്ചു, ഇന്ന് 1.5 മാസമായി ഇതുവരെ ആരും മറുപടി തന്നില്ല. बाइबल क्लासों में नहीं आते हैं, क्यों है पूछ के भी करीब 2 महीने हो गए. किसी भी बिजन और रूफस सहित किसी ने मुझे जवाब अभी तक नहीं दिया. ബൈബിൾ ക്ലാസ്സിന് എന്താണ് വരാത്തതെന്ന് ചോദിച്ചിട്ട് ബിജിനും റൂഫസും സഹിതം ആരും മറുപടി തന്നിട്ടില്ല. Are we in a position to give our best to the Lord? നാം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ളത് ദൈവത്തിന് കൊടുക്കുവാനുള്ള ഒരു സ്ഥിതിയിലാണോ? आज परमेश्वर हमसे मांगता है कि हमारे जीवन का सर्वोत्तम प्रभु को दे. ഇന്ന് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് ദൈവത്തിന് നൽകുക. बाकी कुछ प्रभु को चाहिए नहीं, വേറെ ഒന്നും ദൈവത്തിന് വേണ്ട. क्योंकि उस परमेश्वर ने अपना सब कुछ हमारे लिए दे दिया था. എന്തുകൊണ്ടെന്നാൽ ആ ദൈവം അവനുള്ള സകലതും നമുക്ക് വേണ്ടി നൽകി തന്നു. परमेश्वर पिता ने अपना सबसे प्यारा न्यारा पुत्र को हमारे लिए दे दिया. പിതാവായ ദൈവം തന്റെ ഏറ്റവും പ്രിയ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു. प्रभु यीशु मसीह अपना परमेश्वरत्व की गरिमा हमारे लिए छोड़ दिया. തന്റെ ദൈവത്വത്തിന്റെ മഹത്വം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു. वो प्रभु हमसे बोलता है, मैंने ऐसे तुम्हारे लिए दे दिया तो तुम भी अपना उत्तम सर्वोत्तम मुझे दे, नहीं तो नहीं. ആ കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ എൻ്റെ ഏറ്റവും ഉത്തമമായത് നിങ്ങൾക്ക് വേണ്ടി തന്നു, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായത് എനിക്ക് വേണ്ടി നൽകുക. प्रभु के में से लेकर हम दूसरों को देते ना, കർത്താവിനുള്ളതിൽ നിന്ന് എടുത്ത് നാം മറ്റുള്ളവർക്ക് കൊടുക്കും, नहीं? അല്ലേ? प्रार्थना के दौरान भी तो हम मोबाइल चेक करते हैं. പ്രാർത്ഥനയുടെ ഇടയ്ക്കും നാം മൊബൈൽ ശ്രദ്ധിക്കാറുണ്ട്. हमारी संगतियों के बीच में भी हम मैसेज भेजते हैं. നമ്മുടെ കൂട്ടായ്മകളുടെ ഇടയ്ക്കും നാം മെസ്സേജ് അയക്കാറുണ്ട്. कम से कम 3-4 लोगों को हमारे बीच में मैंने देखा है, इसलिए बता रहा हूं. കുറഞ്ഞത് 3-4 പേരെയെങ്കിലും നമ്മുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ये और कहीं की बात नहीं बोल रहा हूं, मैं अपने बीच की बात बोल रहा हूं. ഞാൻ വേറെ എങ്ങത്തെയും കാര്യമല്ല, ഇവിടുത്തെ കാര്യം തന്നെയാണ് പറയുന്നത്. प्रभु के समय लेकर हम किसको दे रहे हैं? नाराज हो गए? किसको दे रहे हैं? फैमिली मेंबर्स को, दोस्तों को, नौकरियों में, है ना? ദൈവത്തിന്റെ സമയമെടുത്ത് നാം ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക്. लेकिन उनके में से लेके प्रभु को दे पाते क्या? എന്നാൽ നാം അവരുടെ സമയങ്ങൾ എടുത്ത് നാം ദൈവത്തിന് കൊടുക്കാറുണ്ടോ? प्लीज कम ऑन. नहीं ना, नहीं होते हैं. कोई भी बुला रहे हैं, ठीक है. अभी डॉक्टर पॉल योंगिचो ने जैसे बोला, उनके बारे में मैंने ऐसे पढ़ा था. ഡോക്ടർ പോൾ യോങ്കിച്ചയെ പറ്റി ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. कम से कम वो प्रेयर 2-3 घंटे का करता था. കുറഞ്ഞത് 3 മണിക്കൂർ താൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. एक बार साउथ कोरिया का प्रेसिडेंट ने उनको फोन किया, ഒരു പ്രാവശ്യം സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് തന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. तो सेक्रेटरी फोन अटेंड किया സെക്രട്ടറിയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. और प्रेसिडेंट ने बोला कि योंगिचो से बात करना है. പ്രസിഡന്റ് ഇപ്രകാരം പറഞ്ഞു, യോഗ്യച്ചയുമായിട്ട് എനിക്ക് സംസാരിക്കണം. उन्होंने कहा कि अभी पास्टर साहब प्रार्थना कर रहा है, ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, तो बुला लो. വിളിക്കുക എന്ന് പ്രസിഡന്റ് പറഞ്ഞു. उन्होंने बोला नहीं हो सकता है. വിളിക്കുവാൻ പറ്റില്ല എന്ന് ആ സെക്രട്ടറി പറഞ്ഞു. कुछ देर के बाद बुला ले. കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. और उन्होंने बुलाया, വീണ്ടും വിളിച്ചു. तब भी वो प्रार्थना में था. അന്നേരവും പ്രാർത്ഥനയിലായിരുന്നു. तीसरे बार भी प्रेसिडेंट साहब ने बुलाया, 3-ാം പ്രാവശ്യവും പ്രസിഡന്റ് വിളിച്ചു. तो तीसरे बार भी राष्ट्रपति ने जब बुलाया, तब तक घंटे काफी हो गए.
മൂന്നാമത്തെ പ്രാവശ്യം രാഷ്ട്രപതി വിളിച്ചപ്പോൾ സമയം ഒരുപാടായി. लेकिन सेक्रेटरी ने बोला, साहब आप कोई भी हो, मैं उनको नहीं बुला सकता, क्योंकि उनका सख्त आदेश है कि प्रार्थना के दौरान उनको कोई बुलाए नहीं. നിങ്ങൾ ആരായിരുന്നാലും പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ വിളിക്കരുത് എന്നുള്ളത് തന്റെ നിർദ്ദേശമാണ്, അതുകൊണ്ട് കഴിയില്ല. और आखिरी में योंगिचो प्रेयर के बाद में आया, പ്രാർത്ഥന കഴിഞ്ഞ് യോങ്കിച്ചോ വന്നു. सेक्रेटरी ने उनको यह बात बताया സെക്രട്ടറി ഈ കാര്യം തന്നോട് പറയുകയുണ്ടായി. और उन्होंने प्रेसिडेंट को वापस फोन किया. അപ്പോൾ യോങ്കിച്ചോ തിരിച്ച് പ്രസിഡന്റിനെ വിളിച്ചു. तो प्रेसिडेंट साहब, राष्ट्रपति योंगिचो से बोला, कौन है तुम्हारा जो सचिव, उसको आज ही निकाल दो, उसने ऐसे ऐसे मेरे से बर्ताव किया है. നിങ്ങളുടെ സെക്രട്ടറി ആരാണ് എന്ന് പ്രസിഡന്റ് ചോദിക്കുകയുണ്ടായി. ആ വ്യക്തി ഇന്ന് തന്നെ അവിടെ നിന്നും മാറ്റുക, കാരണം എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുണ്ടായി. लेकिन योंगिचो ने बोला, माफ कीजिए साहिब, मैंने उनको बोला है जब मैं विश्व के राष्ट्रपति से बात करता हूं तो देश के राष्ट्रपति भी बुला ले, तो मुझे न बुलाना करके सख्त आदेश दिया है, उसी वजह से उसने ऐसे किया है. രാഷ്ട്രപതിയോട് യോങ്കിച്ചോ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ രാഷ്ട്രപതിയോട് സംസാരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള രാഷ്ട്രപതിയോട് സംസാരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, ആ സമയത്ത് എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. हम आधा घंटा प्रार्थना करते समय हमारे मोबाइल को अलग नहीं रख सकते? അരമണിക്കൂർ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയില്ലേ? हाँ, आधा घंटा बाइबल पढ़ते समय में परमेश्वर की अनइंटरप्टेडली परमेश्वर की आवाज को सुनने के लिए हम इसको दरकिनार नहीं कर सकते? അരമണിക്കൂർ നാം ദൈവവചനം വായിക്കുമ്പോൾ മറ്റ് യാതൊരു ശല്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഇത് മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയില്ലേ? जब वो किसी का कॉल नहीं, कुछ नहीं, तब जाके प्रेयर करें, ये नहीं. जब ऐसे समयों में भी हम उत्तम लेकर परमेश्वर को दे दें, प्रभु हमसे ये चाहते हैं. ആരുടെ കോൾ വരുവാനും ഒന്നും സമയം ഇല്ലാത്ത ആ ഒരു സമയത്തല്ല നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടത്. ഏറ്റവും ഉത്തമമായ സമയത്താണ് ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലേണ്ടത്. हमारे समय हो, हमारी आयु हो, हमारी आरोग्यता हो, हम कुछ दे रहे हो, सब कुछ सर्वोत्तम प्रभु को दे. നമ്മുടെ സമയമോ ആയുസ്സോ ആരോഗ്യമോ നാം എന്തു തന്നെ ദൈവത്തിന് കൊടുത്താലും ഏറ്റവും പ്രാധാന്യമുള്ളത്, ഏറ്റവും ഉത്തമമായത് ദൈവത്തിന് നൽകുക. समझ में आ रहा ना? മനസ്സിലായല്ലോ? इसीलिए अच्छे से गाना गाने के लिए बोलते हैं, അതുകൊണ്ടാണ് നന്നായി പാട്ട് പാടാനായിട്ട് പറയുന്നത്, ताली बजाने के लिए बोलते हैं, കൈയടിക്കുവാനായി പറയുന്നത്, हाँ, आवाज उठाकर प्रभु की स्तुति करने के लिए बोलते हैं. ശബ്ദമെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ അതുകൊണ്ടാണ് പറയുന്നത്. जो हमें है उसकी सर्वोत्तम. നമുക്കുള്ളതിന്റെ ഏറ്റവും ഉത്തമമായത്. Praise God. लेकिन आज हम सर्वोत्तम किसके लिए दे रहे हैं? എന്നാൽ ഇന്ന് നാം ഏറ്റവും ഉത്തമമായത് ആർക്കാണ് കൊടുക്കുന്നത്? किसके लिए है मत बता दो. परमेश्वर को है या नहीं, बस इतना बता. ആർക്ക് വേണ്ടിയാണെന്ന് പറയണ്ട, ദൈവത്തിന് വേണ്ടി കൊടുക്കാറുണ്ടോ ഇല്ലയോ എന്ന് മാത്രം. प्लीज आज हम एक निर्णय लें. ഇന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം. प्रभु, मैं इस बात में गुनाह किया है. കർത്താവെ, ഞാൻ ഈ കാര്യത്തിൽ അങ്ങയോട് പാപം ചെയ്തു. अपनी आंखें बंद करें. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.